പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സബ് ഗ്രൂപ്പ്, സബ് സെമി ഗ്രൂപ്പ്, സബ് മോണോയിഡ്, അതുപോലെ തന്നെ സൈക്ലിക് ഗ്രൂപ്പ്, ജനറേറ്റർ ഓഫ് എ ഗ്രൂപ്പ് എന്നീ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്ത്. ഇനി ഈ ക്ലാസ്സിലൂടെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ: പ്രൂവ് ദാറ്റ് എവരി സൈക്ലിക് മോണോയിഡ്സ് ഈസ് ആൻ അബീലിയൻ മോണോയിഡ്. Prove that every cyclic monoids is an abelian monoids. രണ്ട് വേർഡ്സ് ഉണ്ട്. ഒന്ന് സൈക്ലിക് മോണോയിഡ്സ്, രണ്ടാമത്തെ അബീലിയൻ മോണോയിഡ്സ്. എന്താണ് സൈക്ലിക് മോണോയിഡ്സ്? എന്താണ് സൈക്ലിക് ഗ്രൂപ്പ്? ഒരു ഗ്രൂപ്പിലെ ജി എന്ന ഗ്രൂപ്പിലെ ഒരു എലമെൻറ്റ് കൊണ്ട് ഇതിലെ എല്ലാ എലമെൻസിനെയും ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിനെ ജീനെ സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ ഒരു മോണോയിഡിനെ, ദാറ്റ് ഈസ് എം സ്റ്റാർ ഇ. ഈ മോണോയിഡിലെ ഒരു എലമെൻറ്റിനെ കൊണ്ട് ഈ എമ്മിലെ എല്ലാ എലമെൻസും ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് എന്ത് ചെയ്യുക? സൈക്ലിക് മോണോയിഡ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്താണ് സൈക്ലിക് മോണോയിഡ് എന്നുള്ളത്. നെക്സ്റ്റ്, എന്താണ് അബീലിയൻ മോണോയിഡ്? എന്താണ് അബീലിയൻ ഗ്രൂപ്പ്? ജി എ ഗ്രൂപ്പ് ആണെങ്കിൽ എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു ജി. അഥവാ ജിയിലെ എല്ലാ എലമെൻസും കമ്മ്യൂട്ടേറ്റ് ചെയ്യുമെങ്കിൽ ജീനെ വിളിക്കുന്ന പേരാണ് അബീലിയൻ ഗ്രൂപ്പ്. കറസ്പോണ്ടിങ് അബീലിയൻ മോണോയിഡും ഇതേ ഡെഫിനേഷൻ തന്നെയാണ്. എമ്മിലെ എല്ലാ എലമെൻസും കമ്മ്യൂട്ടേറ്റ് ചെയ്യുമെങ്കിൽ, ദറ്റ് ഈസ് ഫോർ എവരി എ ബി ബിലോങ്സ് ടു ഇ എം എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് അബീലിയൻ മോണോയിഡ് എന്ന് പറയാം. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് എവരി സൈക്ലിക് മോണോയിഡ്സ് ഈസ് ആൻ അബീലിയൻ മോണോയിഡ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സപ്പോസ് ദാറ്റ് എം സ്റ്റാർ ഇ ഈസ് സൈക്ലിക് മോണോയിഡ്. എന്നാൽ സൈക്ലിക് മോണോയിഡ് പറഞ്ഞു കഴിഞ്ഞാൽ എമ്മിലെ എല്ലാ എലമെൻസിനെയും ഒരു സിംഗിൾ എലമെൻറ്റ്സ് കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ട അബീലിയൻ മോണോയിഡ്. എന്താണ് അബീലിയൻ മോണോയിഡ്? ദാറ്റ് ഈസ് എക്സ് സ്റ്റാർ വൈ ഈക്വൽ ടു വൈ സ്റ്റാർ ഇ എക്സ് ഫോർ ഓൾ ഇ എക്സ് വൈ ബിലോങ്സ് ടു ഇ എം എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അല്ലേ, നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും, ഇവിടെ എൻഡ് ചെയ്യും. അല്ലേ, ദാറ്റ് ഈസ് എക്സ് സ്റ്റാർ വൈ ഈക്വൽ ടു വൈ സ്റ്റാർ എക്സ് ഫോർ ഓൾ എക്സ് വൈ ബിലോങ്സ് ടു ഇ എം. ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുക, ഇവിടെയാണ് എൻഡ് ചെയ്യുക. ഓക്കെ, ഇനി പ്രൂഫ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് എക്സ് വൈ ബിലോങ്സ് ടു ഇ എം. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എക്സ് സ്റ്റാർ വൈ ഈക്വൽ ടു വൈ സ്റ്റാർ എക്സ്. പക്ഷേ എം എന്താണ്? എം സൈക്ലിക് ആയതുകൊണ്ട് ദർ എക്സിസ്റ്റ് എ എലമെൻറ്റ് എ ബിലോങ്സ് ടു ഇ എം സച്ച് ദാറ്റ് x raised to n equal a raised to n equal to x and a raised to m equal to y for some n em belongs to n. എന്താ പറഞ്ഞാൽ മനസ്സിലായോ? എം സൈക്ലിക് ആയതുകൊണ്ട് there exists an element a such that a raised to n equal to x ഉം a raised to m equal to y ആയിരിക്കും. അങ്ങനത്തെ രണ്ട് എമ്മും എന്നും നാച്ചുറൽ നമ്പർ ഉണ്ടായിരിക്കും. അല്ലേ, കാരണം സൈക്ലിക് ആയതുകൊണ്ട് എക്സിനെ എ കൊണ്ട് ജനറേറ്റ് ചെയ്യാം, അതേപോലെ വൈനെ എ കൊണ്ട് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ എ റേസ് ടു എൻ ഈക്വൽ ടു എക്സ് ആയിരിക്കും, എ റേസ് ടു എം ഈക്വൽ ടു വൈ ആയിരിക്കും ഫോർ സം എം ആൻഡ് എൻ. ഓക്കെ, ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. എക്സ് സ്റ്റാർ വൈ ഈക്വൽ ടു എന്താണ്? എക്സ് ഈക്വൽ ടു എ റേസ് ടു എൻ. ദാറ്റ് ഈസ് എ റേസ് ടു എൻ സ്റ്റാർ എ റേസ് ടു എം. എന്താണ് എ റേസ് ടു എം? എൻ എ സ്റ്റാർ എക്സെട്രാ സ്റ്റാർ എൻ ടൈംസ്. അല്ലേ, എൻ ടൈംസ് സ്റ്റാർ എന്താണ്? എ സ്റ്റാർ എം, എ സ്റ്റാർ എക്സെട്രാ സ്റ്റാർ എം ടൈംസ്. ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഒന്നിച്ച് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ സ്റ്റാർ എൻ പ്ലസ് എം.
that equal to a power n plus m. That is a power m plus n. നമുക്കറിയാം n plus m equal to m plus n അല്ലേ? that equal to a power m star a power n അല്ലേ? എന്താണ് a power m? that is y. എന്താണ് a power n? that is x. അപ്പോൾ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തേ? x star y equal to y star x for all xy belongs to m. ഓക്കെ, പ്രൂഫ് ഒന്നും കൂടിയും സിമ്പിളായിട്ട് പറയാം. സപ്പോസ് ദാറ്റ് m star e is a cyclic monoid. Therefore, there exists a element A belongs to M such that a raised to n equal to x for all x belongs to M for some n belongs to n. അഥവാ ഇത് എം എന്ന സെറ്റിൽ എ എന്ന ഒരു എലമെൻ്റ് ഉണ്ടായിരിക്കും അല്ലേ? ആ എ കൊണ്ട് എക്സ് എമ്മിലെ എല്ലാ എലമെൻസിനെയും ജനറേറ്റ് ചെയ്യാം. ഓക്കെ, സിൻസ് എന്താണ്? സിൻസ് എം ഈസ് cyclic monoid. ഓക്കെ, ഇനി ലെറ്റ് xy belongs to m. നമുക്കറിയാം xy belongs to m ആണെങ്കിൽ a raised to n equal to y ആയിരിക്കും, x ആയിരിക്കും. a raised to m equal to y ആയിരിക്കും for some n and em belongs to n അല്ലേ? കാരണം സൈക്ലിക് മോണോയിഡ് ആയിരുന്നു. ഇനി എക്സ് സ്റ്റാർ വൈ ഈക്വൽ ടു എന്തായിരിക്കും? എ സ്റ്റാർ എൻ സ്റ്റാർ എ പവർ എം അല്ലേ? എ പവർ എൻ സ്റ്റാർ എ പവർ എം ദാറ്റ് ഈക്വൽ ടു എ പവർ എൻ പ്ലസ് എം ദാറ്റ് ഈക്വൽ ടു എ പവർ എം പ്ലസ് എൻ ദാറ്റ് ഈക്വൽ ടു എ പവർ എം എ പവർ എൻ ദാറ്റ് ഈക്വൽ ടു വൈ സ്റ്റാർ എക്സ് for all xy belongs to m. ഏത് xy എടുത്തിട്ടുണ്ടെങ്കിലും എന്തായിരിക്കും? x star y equal to y star x ആയിരിക്കും. therefore m is abelian monoid. okay, next question. prove that the set of all idempotent elements of m for any abelian monoid m star e form a submonoid. ക്വസ്റ്റ്യൻ കൂടി വായിക്കാം. പ്രൂവ് ദാറ്റ് ദ സെറ്റ് ഓഫ് ഓൾ ഐഡംപൊട്ടൻറ്റ് എലമെൻറ്റ്സ് ഓഫ് എം ഫോർ എനി അബീലിയൻ മോണോയിഡ്സ് എം സ്റ്റാർ ഇ ഫോം എ സബ് മോണോയിഡ്. ഇവിടെ എന്താണ് ഐഡംപൊട്ടൻറ്റ് എലമെൻറ്റ്? ഒരു എലമെൻറ്റ് എ ബിലോങ്സ് ടു എം, എമ്മിലെ ഒരു എലമെൻറ്റ് എ, അതിനെ ഐഡംപൊട്ടൻറ്റ് എലമെൻറ്റ് എന്ന് വിളിക്കണമെങ്കിൽ എ സ്റ്റാർ എ ഈക്വൽ ടു എ ആയിരിക്കണം. അഥവാ അതിനെ കൊണ്ട് തന്നെ ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സെയിം എലമെൻറ്റ് കിട്ടണം. ദറ്റ് ഈസ് എ സ്റ്റാർ എ ഈക്വൽ ടു എ ആണെങ്കിൽ എനെ ഐഡംപൊട്ടൻറ്റ് എലമെൻ്റ് ആണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൂവ് ദാറ്റ് സെറ്റ് ഓഫ് ഓൾ ഐഡംപൊട്ടൻറ്റ് എലമെൻറ്റ്സ് ഓഫ് എം ഫോർ എനി അബീലിയൻ മോണോയിഡ്. ഒരു അബീലിയൻ മോണോയിഡിലെ സെറ്റ് ഓഫ് ഓൾ ഐഡംപൊട്ടൻറ്റ് എലമെൻറ്റ്സ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ഫോം ചെയ്യും? ഒരു സബ് മോണോയിഡ് ഫോം ചെയ്യും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എന്താണ് സബ് മോണോയിഡ്? എം സ്റ്റാർ ഇ ഇതൊരു മോണോയിഡാണ്. ടി സബ്സെറ്റ് ഓഫ് എമ്മും. അങ്ങനെയാണെങ്കിൽ ടി സ്റ്റാർ ഇ ഇതിനെ സബ് മോണോയിഡ് ഓഫ് എം സ്റ്റാർ ഇ എന്ന് പറയണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഏതൊക്കെയായിരുന്നു രണ്ട് കണ്ടീഷൻ? ഒന്നാമത്തേത് ടി ക്ലോസ്ഡ് ആയിരിക്കണം. രണ്ടാമത്തേത് ഇ ബിലോങ്സ് ടു ടി, ദറ്റ് ഈസ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓൾസോ ബിലോങ്സ് ടു ദിസ് സബ്സെറ്റ്. ഓക്കെ, ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എന്ത് പറയും? ടി സ്റ്റാർ ഇയുടെ എം സ്റ്റാർ ഇയുടെ സബ് മോണോയിഡ് എന്നാണ് പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നാലും ഒന്ന് ഓർമ്മിപ്പിച്ചേ എന്നുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. പ്രൂവ് ദാറ്റ് സെറ്റ് ഓഫ് ഓൾ idempotent elements of em for any abelian monoids m star e form a submonoid.
നമ്മൾ ചെയ്യണത് എങ്ങനെ പ്രൂവ് ചെയ്യാം? ഫസ്റ്റ് നമ്മൾ കളക്ട് ചെയ്യും. എന്ത്? എം സ്റ്റാർ ഇയിലെ എല്ലാ ഐഡൻ പൊട്ടൻറ്റ് എലമെൻസിനെയും കളക്ട് ചെയ്യും. എന്നിട്ട് ടി സ്റ്റാർ ഇ അല്ലെങ്കിൽ ടി സ്റ്റാർ എന്ന സെറ്റ് അല്ലേ, അത് ഇതിൻ്റെ സബ് മോണോയിഡ് എന്ന് തെളിയിക്കണം. അത് തെളിയിക്കണമെങ്കിൽ 2 കാര്യങ്ങളാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ലെറ്റ് ടി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ ബി സി എക്സെട്ര സച്ച് ദാറ്റ് എ സ്റ്റാർ എ ഈക്വൽ ടു എ, ബി സ്റ്റാർ ബി ഈക്വൽ ടു ബി, സി സ്റ്റാർ സി ഈക്വൽ ടു സി എക്സെട്ര അല്ലേ. അഥവാ ടി എന്താണ്? ടി പറഞ്ഞു കഴിഞ്ഞാൽ എമ്മിൻ്റെ ഒരു സബ്സെറ്റാണ്. ആ സെറ്റിൽ എന്താ ഉള്ളത്? എമ്മിൻ്റെ ഐഡൻ പൊട്ടൻറ്റ് എലമെൻറ്റ്സ് ആണ് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് ടി ഈസ് എ സബ്സെറ്റ് ഓഫ് എം സച്ച് ദാറ്റ് ടി കണ്ടെയ്ൻ സെറ്റ് ഓഫ് ഓൾ ഐഡൻ പൊട്ടൻറ്റ് എലമെൻറ്റ്സ് ഇൻ എം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ക്ലോസ്ഡ് ആണ് എന്ന് തെളിയിക്കണം. എങ്ങനെ ക്ലോസ്ഡ് ആണ് എന്ന് തെളിയിക്കാം? ടിയിലെ 2 എലമെൻ്റ് എടുക്കാം. ടിയിലെ എ ബി ബിലോങ്സ് ടു ടി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ സ്റ്റാർ ബി ബിലോങ്സ് ടു ടി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. അതാണ് ക്ലോസ്ഡ്. എന്താണ് ക്ലോസ്ഡ് പ്രോപ്പർട്ടി? ടിയിലെ ഏത് 2 എലമെൻ്റ് എടുത്തിട്ടുണ്ടെങ്കിലും അത് വെച്ച് ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കിട്ടുന്ന എലമെൻറ്റ് ഇതിൽ തന്നെ വേണം. അതാണ് ക്ലോഷർ പ്രോപ്പർട്ടി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ആർബിറ്ററി ആയ 2 എലമെൻറ്റ് എ ബി ബിലോങ്സ് ടു ടി എടുത്തു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ സ്റ്റാർ ബി ഓൾസോ ബിലോങ്സ് ടു ടി. ഓക്കെ, എപ്പോഴാണ് എ സ്റ്റാർ ബി ടിയിലുണ്ടാവുക? ടിയിലുള്ള എലമെൻസിൻ്റെ പ്രത്യേകത എന്താണ്? ടിയിലെ എലമെൻറ്റ്സ് എല്ലാം ഐഡൻ പൊട്ടൻറ്റ് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ എ സ്റ്റാർ ബി ടിയിൽ ഉണ്ടാവണമെങ്കിൽ എ സ്റ്റാർ ബി എന്തായിരിക്കണം? ഐഡൻ പൊട്ടൻറ്റ് എലമെൻ്റ് ആയിരിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എ സ്റ്റാർ ബി ഐഡൻ പൊട്ടൻറ്റ് എലമെൻ്റ് ആണോ എന്ന് മാത്രമേ ചെക്ക് ചെയ്താൽ മതി. കാരണം ഐഡൻ പൊട്ടൻറ്റ് എലമെൻ്റ് ആണെങ്കിൽ എന്തായിരിക്കും? ടിയിൽ കണ്ടെയ്ൻ ചെയ്യും. കാരണം എമ്മിലെ എല്ലാ ഐഡൻ പൊട്ടൻറ്റ് എലമെൻറ്റ്സിനെയും നമ്മൾ ടിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എ ബി ബിലോങ്സ് ടു ടി, എ സ്റ്റാർ ബി ബിലോങ്സ് ടു ടി എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എ സ്റ്റാർ ബി എന്ത് ചെയ്താൽ മതി? ഐഡൻ പൊട്ടൻറ്റ് എലമെൻറ്റ്സ് ആണോ അല്ലേ ചെക്ക് ചെയ്താൽ മതി. ഐഡൻ പൊട്ടൻറ്റ് എലമെൻറ്റ്സ് ആണെങ്കിൽ ടിയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ സ്റ്റാർ ബി ഈക്വൽ ടു എ സ്റ്റാർ ബി എന്ന് തെളിയിക്കണം അല്ലേ. ദാറ്റ് ഈസ് ഇത് ഐഡൻ പൊട്ടൻറ്റ് എലമെൻ്റ് ആണെങ്കിൽ എ സ്റ്റാർ ബി ഇതിലുണ്ടാവണമെങ്കിൽ എ സ്റ്റാർ ബി ഐഡൻ പൊട്ടൻറ്റ് എലമെൻ്റ് ആയിരിക്കണം. എ സ്റ്റാർ ബി ഐഡൻ പൊട്ടൻറ്റ് എലമെൻ്റ് ആവണമെങ്കിൽ എ സ്റ്റാർ ബി ഈക്വൽ ടു എ സ്റ്റാർ ബി ആയിരിക്കണം അല്ലേ. എ സ്റ്റാർ എ ഈക്വൽ ടു എ ആണെങ്കിൽ എ ഐഡൻ പൊട്ടൻറ്റ് എലമെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എ സ്റ്റാർ ബി ഐഡൻ പൊട്ടൻറ്റ് എലമെൻ്റ് ആവണമെങ്കിൽ എ സ്റ്റാർ ബി ഈക്വൽ ടു എ സ്റ്റാർ ബി ആയിരിക്കണം. ഓക്കെ, നമുക്ക് ചെയ്യാം. നമുക്ക് തന്നിട്ടുണ്ട് എം എന്താണ്? എം അബീലിയൻ മോണോയിഡ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അബീലിയൻ മോണോയിഡ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോണോയിഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. ഒന്നാമത്തെ കണ്ടീഷൻ ടി ക്ലോസ്ഡ് ആയിരിക്കും, എം ക്ലോസ്ഡ് ആയിരിക്കും. രണ്ടാമത്തെ അസോസിയേറ്റീവ് ആയിരിക്കും അല്ലേ, മൂന്നാമത്തേത് എ ബിലോങ്സ് ടു എം ആയിരിക്കും. ഓക്കെ, അബീലിയനായതുകൊണ്ട് എക്സ് സ്റ്റാർ വൈ ഈക്വൽ ടു വൈ സ്റ്റാർ എക്സ് ആയിരിക്കും. അപ്പോൾ ഈ 4 പ്രോപ്പർട്ടിയും എന്തുണ്ട്? എം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെർഫോർ അസോസിയേറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയും അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതേപോലെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഇവിടെയും സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ എമ്മിൻ്റെ സബ്സെറ്റ് ടി ആയതുകൊണ്ട് അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയും ആൾറെഡി ടിയിലെ എലമെൻസും ഹോൾഡ് ചെയ്യും. Therefore, this equal to A star B star നമുക്ക് എന്ത് ചെയ്യാം? അബീലിയൻ ഗ്രൂപ്പ് അബീലിയൻ മോണോയിഡ് ആയതുകൊണ്ട് എം അബീലിയൻ മോണോയിഡ് ഇവിടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ ഏത് സബ്സെറ്റിലെ എലമെൻസും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും.
ദെർഫോർ എ സ്റ്റാർ ബിനെ നമുക്ക് എന്ത് എഴുതാം, ബി സ്റ്റാർ എ എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് എം മോണോയിഡ് ആയതുകൊണ്ട് അസോസിയേറ്റീവ് ആണ്. അതുകൊണ്ട് ഇതിലെ ഏതൊരു സബ്സെറ്റിലെ എലമെൻറ്റ്സ് എന്ത് ചെയ്യും, അസോസിയേറ്റീവ് ആയിരിക്കും. ദെർഫോർ നമുക്ക് ഇവിടെ എ സ്റ്റാർ ബി സ്റ്റാർ ബി സ്റ്റാർ എ എന്ന് എഴുതാം. ഓക്കെ, നമുക്കറിയാം എന്താണ് ബി സ്റ്റാർ ബി, കാരണം ബി ബിലോങ്സ് ടു ടി ആണ്. ദെർഫോർ ബി സ്റ്റാർ ബി എന്താണ്, ബി ആണ്. ദെർഫോർ എ സ്റ്റാർ ബി സ്റ്റാർ എ എന്ന് എഴുതാം. ഓക്കെ, വീണ്ടും ഇവിടെ എന്താണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് എഴുതാം, എ സ്റ്റാർ ബി എന്ന് എഴുതാം. പക്ഷേ ബി എ എന്താണ്, എ ബിലോങ്സ് ടു ടി ആണ്. ദെർഫോർ എ സ്റ്റാർ എ ഈക്വൽ ടു എ ആണ്. ദെർഫോർ എ സ്റ്റാർ എ ആയി. പിന്നെ ബാക്കിയുള്ളത് എ സ്റ്റാർ ബി അല്ലേ. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എ സ്റ്റാർ ബി സ്റ്റാർ എ സ്റ്റാർ ബി ഈക്വൽ ടു എ സ്റ്റാർ ബി കിട്ടി. ദെർഫോർ എ സ്റ്റാർ ബി എന്ന എലമെൻറ്റ് ഐഡംപൊട്ടൻ എലമെൻ്റ് ആണ് അല്ലേ, ഐഡംപൊട്ടൻ എലമെൻ്റ് ആണ്. ദെർഫോർ ദീസ് ബിലോങ്സ് ടു ടി. എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, എ ബി ബിലോങ്സ് ടു ടി, ദെൻ എ സ്റ്റാർ ബി ബിലോങ്സ് ടു ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ടി ക്ലോസ്ഡ് ആണ്, പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് ഇ ബിലോങ്സ് ടു ടി, ഇതും കൂടി നമുക്ക് പ്രൂവ് ചെയ്യണം അല്ലേ, അപ്പോഴാണ് സബ് മോണോയിഡ് എന്ന് തെളിയിക്കാൻ പറ്റുള്ളൂ. ഇ ബിലോങ്സ് ടു ടി, ഈ ടിയിൽ ഉണ്ടായിരിക്കണമെങ്കിൽ ഈ എന്തായിരിക്കണം, ഐഡംപൊട്ടൻ എലമെൻ്റ് ആയിരിക്കണം. ചെക്ക് ചെയ്യാം നമുക്ക്. ഇ സ്റ്റാർ ഇ എന്താണ്, ഇ സ്റ്റാർ ഇ, ഈ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയതുകൊണ്ട് ഇ സ്റ്റാർ ഇ എന്തായിരിക്കും, ഇ ആയിരിക്കും. കാരണം എ സ്റ്റാർ ഇ എന്താണ്, ഈ ഐഡംപൊട്ടൻ എലമെൻറ്റ്സ് ആണെങ്കിൽ എ സ്റ്റാർ ഇ എന്തായിരിക്കും, ഇവിടെ എഴുതിയ എലമെൻറ്റ് തന്നെ ആയിരിക്കും അല്ലേ, ദാറ്റ് ഈസ് എ ആയിരിക്കും. അതുപോലെ ഇ സ്റ്റാർ ഇ, ഈ ഐഡംപൊട്ടൻ എലമെൻ്റ് ആയതുകൊണ്ട് ഇ സ്റ്റാർ ഇ എന്തായിരിക്കും, ഈ എലമെൻറ്റ് തന്നെ ആയിരിക്കും. ദെർഫോർ ഇ സ്റ്റാർ ഇ ഈക്വൽ ടു ഇ ആയതുകൊണ്ട് ഇ എന്താണ്, ഇയും ഐഡംപൊട്ടൻ എലമെൻ്റ് ആണ്. ഐഡംപൊട്ടൻ എലമെൻ്റ്. ദെർഫോർ ഇ ബിലോങ്സ് ടു ടി അല്ലേ, ഇതും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ പേജ് നമ്പർ 223, പേജ് നമ്പർ 223 ഇതിൻ്റെ കംപ്ലീറ്റ് പ്രൂഫ് വളരെ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് തിയറം. ഫോർ എവരി ഗ്രൂപ്പ് ജി the identity element of G is unique. Second, the inverse of each elements of G is unique. Next, if A, B, C belongs to G and AB equal to AC, then B equal to C. That is left cancellation property. Next, if ABC belongs to G and BA equal to CA, then B equal to C. That is called right cancellation property. നമുക്ക് 4 റിസൾട്ടാണ് പ്രൂവ് ചെയ്യേണ്ടത്. തന്നിട്ടുണ്ട് ജി ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ ജിയിലുള്ള ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്തായിരിക്കും, യുണീക്ക് ആയിരിക്കും. നമ്മൾക്കറിയാം ജി എന്നുള്ളത് ഗ്രൂപ്പ് പറയണമെങ്കിൽ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഏതൊക്കെയായിരുന്നു, വീണ്ടും പറയുകയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യാണ്. ജി ക്ലോസ്ഡ് ആയിരിക്കണം, ദറ്റ് ഈസ് ക്ലോസ്ഡ് പ്രോപ്പർട്ടി. രണ്ടാമത്തേത് അസോസിയേറ്റീവ് ആയിരിക്കണം. മൂന്നാമത്തേത് ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യണം. നാലാമത്തേത് എല്ലാ എലമെൻറ്റ്സിനും ഇൻവേഴ്സ് എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ഈ 4 പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ജി വിത്ത് റെസ്പെക്റ്റ് ടു സ്റ്റാർ ഒരു ഗ്രൂപ്പ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത് ഏത് ഗ്രൂപ്പ് ജി എടുത്തിട്ടുണ്ടെങ്കിലും അതിലെ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്തായിരിക്കും, യുണീക്ക് ആയിരിക്കും. അഥവാ ഒരു ഗ്രൂപ്പിൽ ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടാവാൻ പറ്റുള്ളൂ. ഒരു ഗ്രൂപ്പിൽ ഒരിക്കലും 2 ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, രണ്ടാമത്തേത് ഏത് എലമെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഇൻവേഴ്സ് എന്തായിരിക്കും, അതും യുണീക്ക് ആയിരിക്കും അല്ലേ. ഗ്രൂപ്പ് ആവണമെങ്കിൽ ഏത് എലമെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും അതിന് ഒരു ഇൻവേഴ്സ് വേണം അല്ലേ. ഏത് എലമെൻറ്റ് എ എടുത്തിട്ടുണ്ടെങ്കിലും അതിന് കറസ്പോണ്ടിങ് ബി എന്ന എലമെൻറ്റ് ജിയിൽ വേണം, സച്ച് ദാറ്റ് എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ ആയിരിക്കണം. അഥവാ ഏത് എലമെൻറ്റ് ഉണ്ടെങ്കിലും അതിന് ഇൻവേഴ്സ് വേണം.
സെക്കൻഡ് റിസൾട്ട് എന്താ പറയുന്നത്, ഇങ്ങനത്തെ ഇൻവേഴ്സ് എലമെൻറ്റും യുണീക്ക് ആയിരിക്കും. ദാറ്റ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ഈച്ച് എലമെൻറ്റ്സ് ഓഫ് ജി ഈസ് യുണീക്ക്. നെക്സ്റ്റ് തേർഡ് റിസൾട്ട്, ഇഫ് എ ബി സി ബിലോങ്സ് ടു ജി ആൻഡ് എ ബി ഈക്വൽ ടു എ സി. എ ബി സി ബിലോങ്സ് ടു ജി ആൻഡ് എ ബി ഈക്വൽ ടു എ സി ആണെങ്കിൽ ലെഫ്റ്റ് ക്യാൻസലേഷൻ പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് എ ക്യാൻസൽ ചെയ്യാൻ പറ്റും, ദാറ്റ് ഈസ് ബി ഈക്വൽ ടു സി ആയിരിക്കും. ദാറ്റ് ഈസ് എ ബി സി ബിലോങ്സ് ടു ജി ആൻഡ് എ ബി ഈക്വൽ ടു എ സി ആണെങ്കിൽ ബി ഈക്വൽ ടു സി ആയിരിക്കും. നെക്സ്റ്റ് ലാസ്റ്റ് റിസൾട്ട്, ഇഫ് എ ബി സി ബിലോങ്സ് ടു ജി ആൻഡ് ബി എ ഈക്വൽ ടു സി എ ദെൻ ബി ഈക്വൽ ടു സി. നമുക്ക് എന്ത് ചെയ്യാം, ഈ എയും ക്യാൻസൽ ചെയ്യാൻ പറ്റും, റൈറ്റ് ക്യാൻസലേഷൻ പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് ബി ഈക്വൽ ടു സി ആയിരിക്കും. ഓക്കെ, 1 by 1 നമ്മൾ ഓരോ റിസൾട്ടും നമുക്ക് പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ജെ ഒരു ഗ്രൂപ്പാണ് എന്ന് തന്നിട്ടുണ്ട്, അതിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് യുണീക്ക് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ എടുക്കുന്നത് E1 ആൻഡ് E2, ഇത് രണ്ടും ജിയിലെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ് എന്ന് വിചാരിക്കാം. എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, ജിയിൽ ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടാവാൻ പറ്റുള്ളൂ. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രീതിയിൽ അസ്യൂം ചെയ്യാണ്, E1 ആൻഡ് E2 ജിയിലെ രണ്ട് ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ് എന്ന് എടുക്കുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് E1 ഈക്വൽ ടു E2, അഥവാ ഇത് രണ്ട് ജിയിലെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് E1 ഈക്വൽ ടു E2. ഇങ്ങനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, യുണീക്കാണ് എന്ന് കിട്ടും അല്ലേ. E1 ഉം E2 ജിയിലെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണ് എന്ന് തെളിയിച്ചാൽ മതി അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, കേസ് വൺ E1 ഈസ് ആൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ് in G. Identity element in G. Therefore, E1 star E2 that equal to E2 that equal to E2 star E1. കാരണം ഈ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണെങ്കിൽ എ സ്റ്റാർ ഇ ഈക്വൽ ടു എ ഈക്വൽ ടു ഇ സ്റ്റാർ എ ആയിരിക്കും. ഇതാണ് ഐഡൻറ്റിറ്റി എലമെൻറ്റിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ഇവിടെ E1 ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയതുകൊണ്ട് E1 സ്റ്റാർ E2 എന്തായിരിക്കും, E2 ആയിരിക്കും. ദറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു E2 സ്റ്റാർ E1 ആയിരിക്കും. നെക്സ്റ്റ് കേസ് 2 എന്താണ്, E2 ഈസ് ആൻ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. E2 ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയതുകൊണ്ട് E2 സ്റ്റാർ E1 ഈക്വൽ ടു E1 ദറ്റ് ഈക്വൽ ടു E1 സ്റ്റാർ E2 അല്ലേ. കാരണം E1 ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ് പറഞ്ഞിട്ടുണ്ട്, E2 ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. E1 ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയതുകൊണ്ട് ഇതുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, E2 കിട്ടും. അത് തന്നെ ആയിരിക്കും E2 സ്റ്റാർ E1. നെക്സ്റ്റ് E2 ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയതുകൊണ്ട് E2 സ്റ്റാർ E1 ഈക്വൽ ടു E1 ദറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു E1 സ്റ്റാർ E2 ആയിരിക്കും അല്ലേ. ഇത് തന്നെയാണ് മുകളിൽ നമ്മൾ എഴുതിയിട്ടുള്ളത് അല്ലേ. ദറ്റ് ഈസ് മുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്തു, E1 സ്റ്റാർ E2 എന്താണ്, E2 എന്ന് കിട്ടിയിട്ടുണ്ട്. Therefore from this that is E1 equal to this equal to E2, that implies E1 equal to E2. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പോൾ നമ്മൾ എന്താ എടുത്തേ, ജിയിലെ രണ്ട് ഐഡൻറ്റിറ്റി എലമെൻറ്റ് E1 E2 ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണ് എന്ന് കിട്ടി. അതിൻ്റെ മീനിങ് എന്താണ്, ജിയിൽ ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടാവുള്ളൂ അല്ലേ. രണ്ടെണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ അത് രണ്ടും ഈക്വൽ ആണ് കിട്ടി. ഓക്കെ, therefore the identity element of G is unique. രണ്ടാമത്തേത്, the inverse of each elements of G is unique. ഇവിടെ എങ്ങനെ പ്രൂവ് ചെയ്തോ അതേപോലെ തന്നെയാണ് വീണ്ടും സെക്കൻഡ് റിസൾട്ടിൻ്റെ പ്രൂഫ് നമ്മൾ എഴുതാൻ പോണത്. ഇവിടെ നമ്മളെങ്ങനെ പ്രൂവ് ചെയ്തേ, ജയിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് യുണീക്ക് ആണെങ്കിൽ അല്ലേ, യുണീക്ക് ആണ് എന്ന് തെളിയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഇതിലെ രണ്ട് ഐഡൻറ്റിറ്റി എലമെൻ്റ് എടുത്തു, എന്നിട്ട് അത് രണ്ടും ഈക്വൽ ആണ് എന്നെടുത്തു. അതേപോലെ ഈ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ദ ഇൻവേഴ്സ് ഓഫ് ഈച്ച് എലമെൻറ്റ്സ് ഓഫ് ജി ഈസ് യുണീക്ക് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിലെ ഒരു എലമെൻറ്റ് ദറ്റ് ഈസ് എ ബിലോങ്സ് ടു ജി, പക്ഷേ എക്ക് രണ്ട് ഇൻവേഴ്സ് ഉണ്ട് എന്ന് എടുക്കാൻ പോവാണ്. ദറ്റ് ഈസ് ബി കോമ സി ആർ ഇൻവേഴ്സ് ഓഫ് എ. ബിയുടെ സിയും എന്താണ്, എയുടെ ഇൻവേഴ്സ് ആണ് എന്ന് അസ്യൂം ചെയ്തു. ബിയും സിയും എന്താണ് ഇൻവേഴ്സ് എലമെൻറ്റ്,
എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ ദാറ്റ് ഈക്വൽ ടു ബി സ്റ്റാർ എ ആണെങ്കിൽ, ദാറ്റ് ഈസ് ബി എന്നുള്ളത് എയുടെ ഇൻവേഴ്സ് ആണെങ്കിൽ എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ ആയിരിക്കണം. അതുപോലെ തന്നെ ബി സ്റ്റാർ എ ഈക്വൽ ടു ഇ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ബീനെ എന്ത് പറയും? എയുടെ ഇൻവേഴ്സും എനെ എന്ത് പറയും? ബിയുടെ ഇൻവേഴ്സും എന്ന് പറയും. അതാണ് ഇൻവേഴ്സ് എലമെൻസിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തെന്താണ്? എ ജിയിലെ ഒരു എലമെൻറ്റ് എ എടുത്തു, അതിന് 2 ഇൻവേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു അല്ലേ? ദാറ്റ് ഈസ് എ ബി ഇൻവേഴ്സ് ആയതുകൊണ്ട് എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ ഈക്വൽ ടു ബി സ്റ്റാർ എ ആണ് അല്ലേ? സിൻസ് ബി എന്താണ്? ഇൻവേഴ്സ് ഓഫ് എ ആണ്. അതേപോലെ സിയും ഇൻവേഴ്സ് ഓഫ് എ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? എ സ്റ്റാർ സി ഈക്വൽ ടു ഇ ഈക്വൽ ടു സി സ്റ്റാർ എ എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ബിയും സിയും എയുടെ ഇൻവേഴ്സ് ആയതുകൊണ്ട് അത് യുണീക്കാണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് റിസൾട്ട് നമുക്ക് എന്താ കിട്ടേണ്ടത്? ബി ഈക്വൽ ടു സി എന്ന് തെളിയിച്ചാൽ മതി. എയുടെ ഇൻവേഴ്സ് യുണീക്കാണ്, ദാറ്റ് ഈസ് ബിയും സിയും ഇതിൻ്റെ ഇൻവേഴ്സ് ആണെങ്കിൽ ബിയും സിയും ഈക്വലാണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം. ബി ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ ബി ഈക്വൽ ടു ബി ഇ ദാറ്റ് ഈസ് ബി സ്റ്റാർ ഇ എന്ന് എഴുതാം. കാരണം ഇ എന്താണ്? ഐഡൻറ്റിറ്റി എലമെൻറ്റാണ്. പക്ഷെ നമുക്കറിയാം എ സ്റ്റാർ സി എന്താണ്? ഇ ആണ്. അപ്പോൾ ഇക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ബി സ്റ്റാർ എ സ്റ്റാർ സി എന്ന് എഴുതാം അല്ലേ? ജി ഗ്രൂപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എ സ്റ്റാർ സിയിലെ ഇത് രണ്ടും ഫസ്റ്റ് എന്ത് ചെയ്യാം? ഓപ്പറേറ്റ് ചെയ്യാം. കാരണം അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ബി സ്റ്റാർ എ സ്റ്റാർ സി എന്ന് എഴുതാം. എന്താണ് ബി സ്റ്റാർ എ? ബി സ്റ്റാർ എ ഈക്വൽ ടു ഇ ആണ്. ദെർഫോർ ഇ സ്റ്റാർ സി. എന്നാണ് ഇ സ്റ്റാർ സി? ഈ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയതുകൊണ്ട് ഇ സ്റ്റാർ സി ഈക്വൽ ടു സി ആണ്. ദെർഫോർ ബി ഈക്വൽ ടു സി കിട്ടി. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ജിയിലെ ഒരു എലമെൻ്റ് ആർബിറ്ററി എലമെൻ്റ് എ എടുത്തു, അതിൻ്റെ ഇൻവേഴ്സാണ് ബിയും സിയും എങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്തു ബി ഈക്വൽ ടു സി എന്ന് പ്രൂവ് ചെയ്തു. ദെർഫോർ ഇൻവേഴ്സ് എലമെൻ്റ് ഓഫ് എ ജി ഈസ് യുണീക്ക്. നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ബി സി ബിലോങ്സ് ടു ജി ആൻഡ് എ ബി ഈക്വൽ ടു എ സി. അങ്ങനെയാണെങ്കിൽ ബി ഈക്വൽ ടു സി എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഞാൻ നെക്സ്റ്റ് പേജിൽ അതിൻ്റെ പ്രൂഫ് എഴുതാൻ പോവാണ്. നമുക്ക് തന്നിട്ടുണ്ട് എ ബി സി ബിലോങ്സ് ടു ജി തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടിയും തന്നിട്ടുണ്ട്, എ ബി ഈക്വൽ ടു എ സി എന്ന് തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ്? പ്രൂവ് ചെയ്യേണ്ടത് ബി ഈക്വൽ ടു സി എന്ന് പ്രൂവ് ചെയ്യണം. എന്നാൽ എ ബി പറഞ്ഞു കഴിഞ്ഞാൽ എ സ്റ്റാർ ബി ആണ് അല്ലേ? ദാറ്റ് ഈക്വൽ ടു എ സ്റ്റാർ സി എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ എ ബിലോങ്സ് ടു ജി ആയതുകൊണ്ട് എയുടെ ഇൻവേഴ്സും എന്തുണ്ടായിരിക്കും? ജിയിൽ തന്നെ ഉണ്ടായിരിക്കും അല്ലേ? ദാറ്റ് ഈസ് എ ഇൻവേഴ്സ് ഓൾസോ ബിലോങ്സ് ടു ജി. നമുക്ക് എന്ത് ചെയ്യാം? എ ഇൻവേഴ്സ് കൊണ്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇൻറ്റു ചെയ്യാം, ഓപ്പറേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് എ ഇൻവേഴ്സ് സ്റ്റാർ എ സ്റ്റാർ ബി ദാറ്റ് ഈക്വൽ ടു എ ഇൻവേഴ്സ് സ്റ്റാർ എ സ്റ്റാർ സി. അസോസിയേറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എ ഇൻവേഴ്സ് സ്റ്റാർ എ സ്റ്റാർ ബി ഈക്വൽ ടു എ ഇൻവേഴ്സ് സ്റ്റാർ എ സ്റ്റാർ സി എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് എയുടെ ഇൻവേഴ്സാണ് എ ഇൻവേഴ്സ് അല്ലേ? എയുടെ ഇൻവേഴ്സ് ബി ആണെങ്കിൽ എ ബി എന്തായിരിക്കും? ബി ആയിരിക്കും. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു അല്ലേ? എയുടെ ഇൻവേഴ്സ് ബി ആണെങ്കിൽ എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ ആയിരിക്കും. ഇവിടെ നമ്മൾ എഴുതിയത് എന്താണ്? എയുടെ ഇൻവേഴ്സ് ആണ് എ ഇൻവേഴ്സ്. ദെർഫോർ ദിസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇ ആയിരിക്കും. ദാറ്റ് ഈസ് ഇ സ്റ്റാർ ബി. ഇവിടെയും എയുടെ ഇൻവേഴ്സ് ആണ് എ ഇൻവേഴ്സ്. ദെർഫോർ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? ഇ സ്റ്റാർ സി എന്ന് എഴുതാം. എന്നാണ് ഇ സ്റ്റാർ ബി? ദാറ്റ് ഈസ് ബി. എന്നാണ് ഇ സ്റ്റാർ സി? ദാറ്റ് ഈസ് സി. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെ സെയിം പ്രൂഫ് നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് റിസൾട്ടിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നാൽ നെക്സ്റ്റ് റിസൾട്ട് എ ബി സി ബിലോങ്സ് ടു ജി തന്നിട്ടുണ്ട്. ബി എ ഈക്വൽ ടു സി എ അല്ലേ? പ്രൂവ് ചെയ്യേണ്ടതാണ് ബി ഈക്വൽ ടു സി. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. സെയിം റിസൾട്ട് ദാറ്റ് ഈസ് ബി സ്റ്റാർ എ ഈക്വൽ ടു
സി സ്റ്റാർ എ. തൊട്ടുമ്പോൾ നമ്മൾ ചെയ്ത പോലെ എ ജിയുടെ എലമെൻ്റ് ആയതുകൊണ്ട് ജി ഗ്രൂപ്പ് ആയതുകൊണ്ട് എയുടെ ഇൻവേഴ്സും ജിയിലുണ്ടായിരിക്കും. ദറ്റ് ഈസ് എ ഇൻവേഴ്സ് ആൾസോ ബിലോങ്സ് ടു ജി. അതുകൊണ്ട് ഈ എലമെൻ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഓപ്പറേറ്റ് ചെയ്തു. ദറ്റ് ഈസ് ബി സ്റ്റാർ എ ഇൻവേഴ്സ് ദിസ് ഈക്വൽ ടു സി സ്റ്റാർ എ ഇൻവേഴ്സ്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫസ്റ്റ് വേണമെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാം. ദെർഫോർ ബി സ്റ്റാർ എ ഇൻവേഴ്സ് ദാറ്റ് ഈസ് ഇ ഈക്വൽ ടു സി സ്റ്റാർ ഇ ദാറ്റ് ഈക്വൽ ടു ബി ഈക്വൽ ടു സി. സെയിം തൊട്ട് മുന്നത്തെ സെയിം പ്രൂഫ്. ഇതും വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള ബുക്കിൽ പേജ് നമ്പർ 234 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഓരോ സ്റ്റെപ്പിൽ റീസണും അതിൻ്റെ കൂടെ എഴുതി വെക്കുക. ഇവിടെ നമ്മൾ ചെയ്തത് ഇവിടെ എന്താണ്, എ ഇൻവേഴ്സ് എ ബിലോങ്സ് ടു ജി ആയതുകൊണ്ട് എ ഇൻവേഴ്സ് ആൾസോ ബിലോങ്സ് ടു ജി. ആ എലമെൻറ്റ് കൊണ്ട് എന്തു റൈറ്റിൽ രണ്ടിൻ്റെയും റൈറ്റിൽ എന്ത് ചെയ്തു, ഓപ്പറേറ്റ് ചെയ്തു. നെക്സ്റ്റ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബ്രാക്കറ്റിൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് എഴുതണം. ഇവിടെ ആ റിസൾട്ട് എന്താണ്, ഇവിടെ എ സ്റ്റാർ എ ദാറ്റ് ഈസ് എ ഇൻവേഴ്സ് ഇൻവേഴ്സ് ആയതുകൊണ്ട് എ ഇൻവേഴ്സ് സ്റ്റാർ എ എന്തായിരിക്കും, ബി ആയിരിക്കും. ഓക്കെ, സെയിം റിസൾട്ടാണ് നമ്മൾ ഇവിടെയും ഉപയോഗിച്ചത്. ഓക്കെ, ഇത്രയും പ്രോബ്ലംസ് നിങ്ങൾ ഓർത്ത് വെക്കുക. ബാക്കി അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.